LBSന്റെ 2024 BSc നഴ്സിംഗ് പാരാമെഡിക്കൽ തുടങ്ങി 13ഓളം കോഴ്സുകളിലോട്ടുള്ള ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. മെയ് 17-ാം തീയതി മുതൽ ജൂൺ 15-ാം തീയതി വരെയാണ് ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.lbscenter.kerala.gov.in ഈ ഒരു വെബ്സൈറ്റ് വഴി ഓൺലൈൻ വഴി മാത്രമാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. കോഴ്സുകൾ വരുന്നത് BSc നഴ്സിംഗ്, BSc MLT, BSc പ്രൊഫഷണൽ ടെക്നോളജി, BSc മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, BSc ന്യൂറോ ടെക്നോളജി, BPT, BCVT, BSc ഡയാലിസിസ് ടെക്നോളജി, BOT, BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, BSc റേഡിയോ ടെക്നോളജി, BA SLP എന്നീ കോഴ്സുകളിലോട്ടാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ജനറൽ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ 800 രൂപയാണ് ഫീസ് വരുന്നത്. SC/ST കാറ്റഗറി ആണെങ്കിൽ 400 രൂപയാണ് നിങ്ങൾക്ക് ഫീസ് വരുന്നത്. ഈ ഫീസ് റീഫണ്ടബിൾ അല്ല. BA SLP ഒഴികെയുള്ള ബാക്കി എല്ലാ കോഴ്സുകൾക്കും കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജിയിൽ 50% മാർക്കോടുകൂടി പാസ്സായാൽ മതി. BA SLP ആണെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സും വേണം. അതുകൂടാതെ ബയോളജിയോ മാത്സോ CS ഇതിലേതിലെങ്കിലും 3 എണ്ണത്തിൽ 50% മാർക്കോടുകൂടി പാസ്സായിരിക്കണം. ഇനി നമുക്ക് ഡോക്യുമെൻ്റ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അതിന് നിങ്ങൾ SLCയുടെ സർട്ടിഫിക്കറ്റിൻ്റെത് അതല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റോ മതി. പിന്നെ SLC സർട്ടിഫിക്കറ്റ് വേണം. +2ൻ്റെ മാർക്ക് ഷീറ്റ് വേണം. പിന്നെ റിസർവേഷൻ സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. റിസർവേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ OBC കാറ്റഗറി പെടുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ NCL മതി. NCL നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്നാണ് കിട്ടുന്നത്. ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ EWS കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ അത് വില്ലേജിൽ നിന്ന് അപ്ലൈ ചെയ്ത് വാങ്ങിക്കണം. പിന്നെ SC/ST കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അത് താലൂക്ക് ഓഫീസിൽ നിന്നാണ് വാങ്ങിക്കേണ്ടത്. പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. അത് ഫീസിൽ കൺസിഡറേഷനൊക്കെ വേണ്ടിയവർക്കാണ്. പിന്നെ ഫിസിക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ അവർക്ക് ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങളിപ്പോൾ നീറ്റിൻ്റെ എൻട്രൻസ് ഒക്കെ എഴുതിയ സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ ഡോക്യുമെൻ്റ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ആ സെയിം ഡോക്യുമെൻ്റ് മതി. ഇതൊക്കെ വാലിഡ് ഉള്ളതാണ്. സോ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പിന്നെ പോയി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. പിന്നെ സിഗ്നേച്ചർ വേണം. പിന്നെ വാലിഡ് ആയിട്ടുള്ള ഫോൺ നമ്പറും മെയിൽ IDയും വേണം. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് എന്തെങ്കിലും ഫർദർ അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന മെയിൽ IDയും ഫോൺ നമ്പറും തന്നെ കൊടുക്കണം. ഓൺലൈൻ വഴി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ വേരിയസ് അലോട്ട്മെൻറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ്, പിന്നെ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഫോർ 2024 എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സോ അത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. അതായത് ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ കാറ്റഗറി, നിങ്ങൾ SC/ST സ്റ്റുഡൻസ് ആണെങ്കിൽ 400 രൂപീസും അതേപോലെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 800 രൂപീസും. ഈ എമൗണ്ട് റീഫണ്ടബിൾ അല്ല. ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ല നിങ്ങൾക്ക് ഒട്ടും പറ്റാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ ചലാൻ വഴി പേയ്മെൻറ്റ് ചെയ്യാനും പറ്റും. എന്നിട്ട് ആ ഫീസിൻ്റെ റെസിപ്റ്റ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം കയ്യിൽ വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നമ്പറും കിട്ടും. അപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലാണ് രജിസ്ട്രേഷൻ ID കിട്ടുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ IDയും പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയ പാസ്വേഡും വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾ ഡോക്യുമെൻ്റൊക്കെ അപ്ലോഡ് ചെയ്യണം. ഫൈനൽ എല്ലാം ചെയ്യുമ്പോഴും നിങ്ങൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തിട്ട് പോവാം. പിന്നെ നിങ്ങളുടെ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുക. കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം അത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. പിന്നെ ഓപ്ഷൻ ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല. ഓപ്ഷൻ പിന്നെയാണ് കൊടുക്കുന്നത്. ഏജ് ആണെങ്കിൽ 2024 ഡിസംബറിൽ 17 വയസ്സ് തികഞ്ഞിരിക്കണം. ഇപ്പോൾ ജൂലൈ 17-ാം തീയതി മുതൽ ജൂൺ 15-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. 12-ാം തീയതി വരെ ആയിരിക്കും പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഫീസ് പേയ്മെൻറ്റ്. സോ കറക്റ്റാക്കി നോക്കി ക്ലിയറായിട്ട് അപ്ലൈ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി.